ഹായ് ഫ്രണ്ട്സ്, നല്ല ചിന്തകളിലൂടെ നമ്മുടെ ജീവിതം മാറ്റാം. യുദ്ധമല്ല, ബുദ്ധനാണ് കാലഘട്ടത്തിന്റെ ആവശ്യം. കത്തുന്ന ലോകത്തിന് ഒരു തുള്ളി അമർത്ത്. ഈ ബുദ്ധന്റെ ക്രാഫ്റ്റ് വർക്കിന് പിന്നിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ലോകം യുദ്ധങ്ങളാൽ വിറങ്ങലിച്ച് നിൽക്കുന്നു. നമുക്കാകുന്നത് നമുക്കും ചെയ്യാം. ഒരു റീസൈക്കിൾഡ് ആർട്ട് മുഖേന ബുദ്ധന്റെ സ്കൾപ്ചർ നിർമ്മിച്ചുകൊണ്ട് ഒരു യുദ്ധവിരുദ്ധ സന്ദേശമാണിത്. ലോകത്തിന്റെ സങ്കുചിതമായ ചിന്തകളെ ഇല്ലാതാക്കി സമത്വസുന്ദരവും സമാധാനപരവുമായ ഒരു ലോകത്തിൽ ജീവിക്കുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന നീചവും ദ്രോഹപരവുമായ നേതാക്കന്മാരുടെ പ്രവൃത്തികളോടുള്ള പ്രതിഷേധം കൂടിയാണ് സമാധാനകാംക്ഷിയായ ഞങ്ങളുടെ ബുദ്ധൻ ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു ആദർശം. ലോകത്തിന് സമാധാനവും അഹിംസയും പകർന്നു കൊടുത്ത ശ്രേഷ്ഠ സാന്നിധ്യം. ആധുനിക കാലം മനോഹരമാണ്, സമൃദ്ധിയുടെ കാലഘട്ടമാണ്. നൂറ്റാണ്ടുകളുടെ സ്വപ്നത്തിന്റെ ഫലമാണ് ഈ കാലഘട്ടം. ഇല്ലായ്മയുടെ കാലഘട്ടം കഴിഞ്ഞു. എല്ലാവർക്കും സമൃദ്ധമായി ജീവിക്കാനുള്ളവയൊക്കെയും ലഭിച്ച ഒരു കാലം. പഴയകാല രാജാക്കന്മാരെക്കാൾ മികച്ച സൗകര്യങ്ങൾ സാധാരണക്കാരനെ പോലെ ലഭിക്കുന്ന കാലത്തിൽ നാം ജീവിക്കുന്നു. പക്ഷേ വിശ്രമ ജീവിതം നയിക്കാൻ കാലമായ ഒരു കൂട്ടം സീനിയറായ ലോക നേതാക്കൾ ഈ ലോകക്രമത്തെ തെറ്റായ രീതിയിൽ നയിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ നിഗൂഢമായ ഇടുങ്ങിയ സ്വകാര്യ അജണ്ട ഈ ലോകത്ത് യുദ്ധങ്ങളിലേക്കും അസമാധാനങ്ങളിലേക്കും അശാന്തിയിലേക്കും നയിക്കുന്നു. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളുടെ കെടുതികൾ പാഠപുസ്തകങ്ങളിലൂടെ നാം പഠിച്ചു. അതിൽ നിന്നും കാലമേറെ മാറി മാരകായുധങ്ങളുടെ കലവറ കൂടിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ 100 തവണ നശിപ്പിക്കാൻ മാരകശേഷിയുള്ള ആയുധശേഖരങ്ങൾ ഓരോ രാജ്യങ്ങളും സ്വന്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുണ്ട്, ഈ ലോകം ഒരു തലമുറയ്ക്കും സ്വന്തമല്ല. ഈ മനോഹര ഭൂമിയിൽ ലഭിക്കുന്ന ഒരു ചെറിയ ജീവിതം അവകാശമുള്ള ബാല്യകൗമാര ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ജീവിത സായാഹ്നത്തിലെത്തിയ ഒരു കൂട്ടം തലമുതിർന്ന നേതാക്കന്മാരുടെ ഇച്ഛയ്ക്കനുസരിച്ച് തുള്ളാനുള്ള പാവകളല്ല പുതുതലമുറകൾ. ഞങ്ങളുടെ ജീവിതം സ്വസ്ഥമായി ജീവിച്ച് സമാധാനത്തോടെ ഉറങ്ങി ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാക്കുവാനുള്ളവയാണ്. ഈ കാലഘട്ടത്തിൽ ബുദ്ധന്റെ ദർശനങ്ങൾ ഏറെ പ്രസക്തമായി വളർന്നു വരേണ്ട ഒരു കാലഘട്ടമാണ്. ഈ ഭൂമി ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ ഒരു തലമുറയുടെയോ കുത്തകയല്ല. ഇവിടെ വിരിയാൻ കാത്തിരിക്കുന്ന മനോഹരമായ സ്വപ്നങ്ങളുണ്ട്. കളിച്ചു ചിരിക്കാൻ കൊതിക്കുന്ന പച്ചയായ ബാല്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് സ്വസ്ഥമായി ജീവിക്കാനുള്ള ഒരിടമാണ്. ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന രാത്രികളാണ്. നാശത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നല്ല, മറിച്ച് സ്നേഹത്തിന്റെ കരുതലിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത്. വെടിയുണ്ടകളും ബോംബുകളും നിർമ്മിക്കുന്ന ലോഹങ്ങൾ കൊണ്ട് നമുക്ക് സമാധാനത്തിന്റെ രൂപങ്ങൾ തീർക്കാം. അക്രമത്തെ അഹിംസ കൊണ്ട് നേരിട്ട ബുദ്ധന്റെ ദർശനങ്ങൾ ഇന്ന് ഏതൊരു കാലത്തേക്കാളും പ്രസക്തമാണ്. ആയുധങ്ങൾ താഴെ വെക്കുക, പകയുടെ കനലുകൾ കെടുത്തുക. പ്രകൃതിയും മനുഷ്യനും ഒത്തുചേരുന്ന ഒരു ശാന്തമായ ലോകം നമുക്ക് പടുതുയർത്താം. ഓർക്കുക, യുദ്ധമൊരിക്കലും ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അത് മറ്റൊരു ദുരന്തത്തിന്റെ തുടക്കം മാത്രമാണ്. യുദ്ധത്തിന്റെ പ്രണേതാവായിരുന്ന അലക്സാണ്ടറിന് പോലും താൻ കീഴടക്കിയ വിലയേറിയ വസ്തുവകകളുടെ 1% പോലും തൻ്റെ ജീവിതത്തിലേക്ക് എടുക്കാതെ തുറന്ന കൈകളോടെ യാത്രയായ കഥകൾ കേട്ടിട്ടെങ്കിലും നിങ്ങളുടെ ഒരിക്കലും അവസാനിക്കാത്ത ആർത്തി ഒന്ന് അവസാനിപ്പിക്കൂ. ഒരു പക്ഷേ ഒരു യുദ്ധം വേണ്ടെന്ന് വെച്ചാൽ പോലും ലോകത്തെ ദാരിദ്ര്യാവസ്ഥയെ തടയുവാൻ നിങ്ങൾക്ക് സാധിച്ചേക്കാം. അനേകം പട്ടാളക്കാരുടെയും സാധാരണക്കാരുടെയും കുടുംബങ്ങളിൽ മാറ്റം കൊണ്ടുവരാം. ഈ ലോകത്തിന്റെ നഷ്ടങ്ങൾ കുറയ്ക്കാം. കഴിഞ്ഞ കാലത്തെ തെറ്റുകൾ തിരുത്തുമ്പോഴാണ് നാം ഈ കാലഘട്ടത്തിലെ നല്ല മനുഷ്യരാകുന്നത് എന്ന പാഠം ഓർക്കാം. ആയുധങ്ങളുടെ അട്ടഹാസമല്ല, അഹിംസയുടെ മന്ത്രമാണ് കാലം ആവശ്യപ്പെടുന്നത്. ഈ ഭൂമി വെറും തലമുറയുടേതാണ്, അവരുടേത് മാത്രമാണ്. തകർക്കപ്പെട്ടവയിൽ നിന്ന് നമുക്ക് ശാന്തിയുടെ ബുദ്ധരൂപങ്ങൾ നിർമ്മിക്കാം. യുദ്ധമല്ല, സമാധാനമാണ് ഏക വഴി. സമാധാനം, സന്തോഷം, സഹകരണം, ഇതാകണം പുതിയ ലോകക്രമം. ഇതാകട്ടെ, ഇങ്ങനെയാകട്ടെ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് ഒത്തുചേർന്ന് പ്രവർത്തിക്കാം. സ്റ്റേ പോസിറ്റീവ്. ഗോഡ് ബ്ലെസ് യു.